കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 2 വർഷം. 2024 ജൂലൈ 30 മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായാണ് ഉരുൾപൊട്ടിയ ആ ഭീകരരാത്രിയെ കണക്കാക്കുന്നത്. കുടഞ്ഞെറിയുന്ന ഏത് ദുരന്തവും ആഞ്ഞടിക്കുന്ന ഏത് രാക്ഷസ തിരകളും 3-ാം പക്കമോ 4-ാം പക്കമോ ഇരകളോട് നീതി കാണിക്കും. ജീവൻ എടുത്തിട്ട് ഒടുവിൽ ശരീരങ്ങളെ ഉറ്റവർക്ക് വിട്ടുകൊടുക്കും. പക്ഷേ വയനാടിന്റെ കാര്യത്തിൽ പ്രകൃതി ആ പ്രായശ്ചിത്തം ചെയ്തില്ല. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പേരിനൊരു ഉടൽ മാത്രം ലഭിച്ചവരേറെ. പൂർണ്ണ ശരീരങ്ങളെ മണ്ണിന് വിട്ടുകൊടുത്ത് അടയാളങ്ങൾ മാത്രം വെച്ച് കബറടക്കപ്പെട്ടവർ, അന്ത്യകൂദാശ ഏറ്റുവാങ്ങിയവർ, സംസ്കരിക്കപ്പെട്ടവർ. ഒരു കുഞ്ഞുടലിനെ തിരിച്ചറിഞ്ഞത് അവളുടെ കരിവളയിട്ട കൈകൾ കണ്ടാണത്രേ. പ്രകൃതി ദുരന്തങ്ങൾ പലവരു തൊട്ടുരുമി പോയിട്ടുണ്ടെങ്കിലും മറ്റൊരു മഹാദുരന്തം തങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പുരയ്ക്കുമീതെ പെയ്തു തുടങ്ങിയ തണുത്ത മഴ അവർക്ക് എപ്പോഴത്തെയും പോലെയായിരുന്നു. നാളത്തേക്കുള്ളത് കണക്കുകൂട്ടി പലരും വീടുകളിൽ അന്തിയുറങ്ങി. പക്ഷെ ചാലിയാറിന്റെ ഓളങ്ങൾക്ക് ജീവനും ജീവിതവും തകർക്കാൻ പോകുന്ന അഹങ്കാരമുണ്ടെന്ന് അന്നത്തെ രാത്രി വിധിയെഴുതി. ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടായത്. വെറുമൊരു മണ്ണിടിച്ചിൽ സർവ്വതും തകർത്തെറിയുന്ന ഉരുൾപൊട്ടലായി മാറിയത് നിമിഷാർദ്ധത്തിൽ. അർദ്ധരാത്രി 12-നും 1-നുമിടയിൽ പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ അതിഭയാനകമായി നാശം വിതച്ച ഉരുൾ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി. പ്രദേശവാസികളിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് 30-ന് പുലർച്ചെയോടെ അപകട മേഖലയിൽ നിന്ന് ആദ്യ വിളിയെത്തി. പിന്നാലെ രക്ഷാകരങ്ങൾ വയനാടിന്റെ മണ്ണിലേക്ക്. പ്രതിസന്ധികൾ തരണം ചെയ്ത് പുലർച്ചെ 3:10 സേനാവിഭാഗം അപകട സ്ഥലത്തെത്തി. പുലർച്ചെ 4:55 NDRF, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ ശ്രമത്താൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ 8 കിലോമീറ്ററിൽ 8600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ദുരന്തം വ്യാപിച്ചത്. അപകടത്തിൽ 298 പേർ മരിച്ചെന്ന് സർക്കാർ കണക്കുകൾ. 99 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ചാലിയാർ, നിലമ്പൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇനിയും കിട്ടാതെ മണ്ണിലാണ്ടുപോയ ശരീരങ്ങളുടെ കണക്കെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ദുരന്തത്തിൽ പരിക്കേറ്റവർ 390-ലധികം പേരെന്ന് കണക്കുകൾ അടിവരയിടുന്നു. വയനാടിന്റെ തണുപ്പിൽ ഉറങ്ങാൻ കൊതിച്ച് പച്ചപ്പ് കാണാൻ ആശിച്ച് അന്യനാട്ടിൽ നിന്നെത്തിയ സഞ്ചാരികളും മരണക്കണക്കുകളിലുണ്ട്. കിടന്നുറങ്ങിയ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും മനുഷ്യരെ മറ്റൊരു മണ്ണിലേക്ക് ദുരന്തം കുടഞ്ഞെറിഞ്ഞു. ചിലർ ചാലിയാറിന്റെ കരകളിൽ, മറ്റു ചിലർ കാടോ മേടോ എന്ന വ്യത്യാസമില്ലാതെ മറ്റേതോ മണ്ണാഴങ്ങളിൽ. കാത്തിരിപ്പിന്റെ രാപ്പകലുകളിൽ ഉറ്റവർ കൊതിച്ചു. അവസാന യാത്രാമൊഴിയേകാൻ പ്രിയപ്പെട്ടവരുടെ ഒരു ശരീരഭാഗമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന്. അത്രമാത്രം ഭയാനകമായിരുന്നു ദുരന്തം. കാലം മായ്ച്ചു കളയുന്ന വെറുമൊരു മുറിവോ, എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാവുന്ന വെറുമൊരു ഓർമ്മയോ അല്ല വയനാട് ദുരന്തം. ഒരു ജനതയെ, അവരുടെ നിലനിൽപ്പിനെ, അടയാളങ്ങളെ, മേൽവിലാസത്തെ പൂർണ്ണമായും ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കിയ പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണത്. നഷ്ടപ്പെടുത്തിയത് വീണ്ടും തിരികെ നൽകുന്ന കാലത്തിന്റെ കാവ്യനീതി ഇവിടെ പുലരുമോ എന്ന് ഉറപ്പില്ല. ഇനിയൊരിക്കലും ഇങ്ങനെയൊന്നുണ്ടാകില്ലെന്ന് ആശിച്ച് അതേ മണ്ണിൽ തളർത്തു തുടങ്ങുന്ന ജീവിതങ്ങളോട് കാലം നീതി കാണിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം, ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. രൂപങ്ങൾ, രൂപക്കൂടുകൾ, ഹൈ ക്വാളിറ്റി LED ഫോട്ടോസ് വാറന്റിയോടുകൂടി. തടി ഫ്രെയിം ഫോട്ടോകൾ, ഫോട്ടോ ഫ്രെയിമിംഗ്, ക്യാൻഡിൽസ്, ക്യാൻഡിൽ സ്റ്റാൻഡുകൾ, വാഹനങ്ങളിൽ വയ്ക്കുന്ന കാർ സ്റ്റാച്യൂസ് തുടങ്ങിയവ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഫ്രെയിം, ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.